ഗൈസ് അമ്മും അച്ചമ്മയും കൂടെ കൂടിയിട്ട് ചൂല് ചീന്തുകയാണ്. അതായത് ഈർക്കിലി എന്താണ് ഓലക്കൊടി ചീക്കിയിട്ട് ചൂലാക്കി മാറ്റിയാണ്. അപ്പോൾ പണ്ട് എന്താ പറയുക, പണ്ടത്തെ കാലത്ത് ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പം അങ്ങനെ കാണാനില്ല. എന്നാലും ഇവിടെ നമ്മളെ അച്ചമ്മ എപ്പോഴും ചെയ്യും. അച്ചമ്മയ്ക്ക് ഈ ചൂല് ചെയ്യുക, ചൂലുണ്ടാക്കുക, അതുപോലെ വിറകുണ്ടാക്കുക, ഇതൊക്കെയാണ് മെയിൻ പരിപാടി. ഒരു സംഖ്യേൻ്റെ വിറകുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മറ്റേ എന്റെ അച്ഛമ്മയുടെ കൂടെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ കട മേടിക്കുക. പിന്നെ ഇതാണ് അച്ചമ്മേൻ്റെ പാചകപ്പുര. പുറത്ത് ഒരു അടുപ്പുണ്ടാക്കിയേക്കാണ്. അത് വേറെ ഒന്നുകൊണ്ടല്ല, അച്ചമ്മയ്ക്ക് ചോറ് നല്ലോണം വേവിച്ച് ഇങ്ങനെ ഈ നല്ലോണം പിളിയാവണം, പല്ലില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ മറ്റേ കുറുവയും അതുപോലുള്ള അരികളൊക്കെ വയ്ക്കുമ്പോൾ അത് അത്ര ആവില്ലല്ലോ. ഇതങ്ങനെ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അച്ചമ്മ എന്ത് ചെയ്യും, ഞങ്ങളാരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തമായിട്ട് എന്ത് ചെയ്യും, കുക്ക് ചെയ്യും. എന്നിട്ട് അച്ചമ്മയുടെ ഇഷ്ടത്തിന് ചോറാക്കിയെടുക്കും. അപ്പോൾ അത് അച്ചമ്മയ്ക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അച്ചമ്മ അങ്ങനെ ചെയ്യുന്നതാണ്. അച്ചമ്മ എന്താ പറയുക, അച്ചമ്മയുടെ ഈ ആരോഗ്യത്തിൻ്റെ രഹസ്യം, അച്ചമ്മ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കും. വിറകാക്കുക, ചൂലുണ്ടാക്കുക, പിന്നെ അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ അതും ഇതൊക്കെ വലിച്ചു വാരി കൂട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കും. അലക്കുന്ന ഒറ്റയ്ക്കാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ചമ്മ ഒറ്റയ്ക്കാണ്. അച്ചമ്മ സ്വന്തമായിട്ട് കറി ഉണ്ടാക്കും. അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഇലയും അതും ഇതൊക്കെ ഈ തൊടിയിൽ നിന്ന് കിട്ടുന്നതൊക്കെ അച്ചമ്മ താളിച്ചും ഇതൊക്കെ ആക്കി കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഇതൊക്കെയാണ് അച്ചമ്മയുടെ കഥകൾ. കണ്ടോ, ഇത് അച്ചമ്മയുടെ ഒരു കോഴിക്കൂടാണ്. ഇതിലൊരു അത്യാവശ്യം ഒരു 8 കോഴികളോളം ഉണ്ട്. ഇതൊരു കൂട്. പിന്നെ അത് ഈ മൂടി വെച്ചേക്കുന്നത് ഒരു കൂടാണ്. ഇതിനോടൊരു കോഴി ഉണ്ടോയെന്ന് എനിക്കറിയില്ല, വെറുതെ കുത്തോളണ്ട. അപ്പോൾ ഇതിലും മൊത്തത്തിലൊരു 10-12 കോഴിയോളം ഉണ്ട്. പിന്നെ ഇതൊക്കെ അച്ചമ്മേൻ്റെ വിറക് സാമ്രാജ്യമാണ്. അച്ചമ്മയ്ക്കുള്ള ചോറുണ്ടാക്കാൻ വേണ്ടി വിറക് എത്രയാ വിറക് എന്നറിയാം. അയ്യോ, ഇതൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ പണിയാവും. ഇതൊക്കെ അച്ചമ്മ എടുത്ത് വെച്ചുണ്ടാക്കിയ വിറകാണ്. അപ്പോൾ ഇതൊക്കെയാണ് അച്ചമ്മേൻ്റെ പരിപാടികൾ. അപ്പോൾ തൽക്കാലം അച്ചമ്മേൻ്റെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. അമ്മു അച്ചമ്മയും കൂടെ വേഗം ജോലി തീർക്കാനുള്ള പരിപാടിയാണ്. കാരണം നല്ല മഴ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ വൈകുന്നേരമായി. അപ്പോൾ പൊന്നൂസ് ഉറങ്ങുന്ന നേരം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. പൊന്നൂസ് നല്ല ഗാഠമായ നിദ്രയിലാണ്. അവിടെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് അമ്മൂന് അത്യാവശ്യം കുറച്ച് ചീകി വെച്ച് കഴിഞ്ഞാൽ അച്ചമ്മയ്ക്കൊരു സഹായമായി. അവിടെ അച്ചമ്മേൻ്റെ കോഴികൾ ബാക്ക്ഗ്രൗണ്ടിലൂടെ കോഴികൾ വന്ന് അച്ചമ്മേനെ തിരഞ്ഞ് ഞങ്ങൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുക, അതൊക്കെയാണ് പരിപാടി. അപ്പോൾ അച്ചമ്മയുടെ വിശേഷങ്ങളും ബാക്കി വിശേഷങ്ങളായിട്ട് ഞങ്ങൾ പിന്നെ വരുന്നതായിരിക്കും. ഒരു ബായ് പറഞ്ഞ അമ്മു, ഇവിടെ ഒരു ബായ് പറ.